നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഇറാനുമേൽ ആക്രമണം നടത്തുന്നത്. ആ ആക്രമണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. പശ്ചിമേഷ്യ വലിയ സംഘർഷഭരിതമാണ്. ഇതിന് പ്രത്യാക്രമണം എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാൻ. ഖത്തറിലേക്കും UAE-യിലേക്കും കുവൈറ്റിലേക്കും സൗദിയിലേക്കുമെല്ലാം ഇറാന്റെ ആക്രമണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യങ്ങളുടെ ഒരു വെറുപ്പ് യഥാർത്ഥത്തിൽ ഇറാൻ ഇതിനോടകം തന്നെ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നു. ഇറാനെ ആക്രമിക്കരുത് എന്ന് അമേരിക്കയോട് പറയാൻ ഒരു ഗൾഫ് രാജ്യങ്ങൾക്കും ഇനി കഴിയില്ല. കാരണം ഈ രാജ്യങ്ങളെയെല്ലാം ഇറാൻ ഇതിനോടകം തന്നെ മിസൈലുകൾ കൊണ്ടും ഡ്രോണുകൾ കൊണ്ടും തകർത്ത് അല്ലെങ്കിൽ ലക്ഷ്യമിട്ടിരുന്നു. അവിടെയൊക്കെ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്തായാലും ജനജീവിതം ഒരു രാജ്യത്തും സ്തംഭിച്ചിട്ടില്ല. അത് സാധാരണഗതിയിലാണ്. പക്ഷേ ഈ രാജ്യങ്ങൾക്ക് ഈ യുദ്ധത്തിന് അല്ലെങ്കിൽ ഉണർന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടി വരുന്നു. എപ്പോഴാണ് ഡ്രോണോ അല്ലെങ്കിൽ മിസൈലുകളോ വരുന്നത് എന്നറിയാതെ അവർ സദാസമയം ജാഗരൂകരായി ഇരിക്കേണ്ടി വരുന്നു. തീർച്ചയായും എണ്ണ കയറ്റുമതി അടക്കം വലിയ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും ഈ ഇറാൻ അതുപോലെ തന്നെ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ അത് ആദ്യ തിരിച്ചടി മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ നൽകി. ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസ് ആയിട്ടുള്ള അൽ ഉദൈദ് എയർബേസിനെയാണ് അവർ ആദ്യം ലക്ഷ്യം വെച്ചത്. ഖത്തറിനാണ് അവരുടെ ആദ്യ ലക്ഷ്യ കേന്ദ്രവുമായിരുന്നത്. കാരണം വളരെ പ്രധാനമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലുള്ള ആ എയർബേസ്. അത് ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കപ്പെട്ടാൽ തീർച്ചയായും അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാകും. എന്നാൽ അത് നശിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമം ഏതാണ്ട് വിജയത്തിനടുത്തെത്തിയിരുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ സംഘർഷം മൂന്നാം ദിവസം തിങ്കളാഴ്ച ഈ അൽ ഉദൈദ് വിമാനത്താവളത്തെ ആക്രമിക്കാനായി ഇറാൻ പദ്ധതിയിടുന്നു. ഇറാൻ വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങൾ ഈ അൽ ഉദൈദ് വിമാനത്താവളത്തിൻ്റെ ഏതാണ്ട് 2 മിനിറ്റ് അകലെ വരെ എത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയാം ഇറാന്റെ വ്യോമസേന അത് ഈ പറയുന്ന അമേരിക്കയെയോ ഇസ്രായേലിനെയോ പോലെ അത്രമാത്രം മികച്ചതല്ല. അവരുടെ വ്യോമസേന ദുർബലമാണ്. അതിൻ്റെ കാരണം അവർക്ക് ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഈ യുദ്ധവിമാനങ്ങൾ പ്രാപ്തമാക്കണമെങ്കിൽ അവർക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ അടക്കം ഉപരോധങ്ങൾ മറികടക്കേണ്ടതുണ്ട്. ഈ ഉപരോധം കാരണം അവരുടെ വ്യോമസേനയും വിമാനങ്ങളും എല്ലാം വളരെ പഴയതാണ്. എങ്കിലും പഴയ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സോവിയറ്റ് കാലത്തെ SC-24 ടാക്ടിക്കൽ ബോംബേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ അമേരിക്കൻ എയർബേസിനെ ആക്രമിക്കാൻ ഇറാൻ തീരുമാനിക്കുന്നത്. ഇറാന്റെ വിപ്ലവസേന 2 യുദ്ധവിമാനങ്ങളെ എയർബേസിലേക്ക് അയക്കുന്നു. ഖത്തറിന്റെ അതിർത്തി ഈ വിമാനങ്ങൾ കടന്നത് വളരെ താഴ്ന്നു പറന്നുകൊണ്ടാണ്. അതായത് 80 അടി ഉയരം മാത്രമായിരുന്നു ഈ വിമാനങ്ങൾ പറന്നത്. അത്രയും താഴ്ന്നു പറക്കുന്നത് ഖത്തറിൻ്റെ ഈ റഡാറുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റഡാറുകളൊന്നും തന്നെ ഇറാന്റെ യുദ്ധവിമാനങ്ങൾ രാജ്യത്ത് പ്രവേശിച്ചത് അറിഞ്ഞിരുന്നില്ല. എന്തായാലും അവർ വളരെ താഴ്ന്നു പറന്നു. പക്ഷേ ദൃക്സാക്ഷികൾ ഈ വിമാനത്തെ നോട്ടീസ് ചെയ്യുന്നു. അതായത് ബോംബുകളും അതുപോലെ തന്നെ ഗൈഡഡ് മിസൈലുകളും വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങളുടെ വരവ് അത് ദൃക്സാക്ഷികളിലൂടെയാണ് ഖത്തർ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞ ഉടൻ തന്നെ ഖത്തർ ഈ വിമാനങ്ങളിലെ പൈലറ്റുമാരുമായി ബന്ധപ്പെട്ടു. പക്ഷേ അവിടെ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അപ്പോൾ തന്നെ അത് യുദ്ധവിമാനങ്ങളാണെന്നും ആ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ ബേസിനെ ലക്ഷ്യമാക്കി പോവുകയാണ് എന്നും ഖത്തർ എയർഫോഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് ഖത്തർ എയർഫോഴ്സ് 2 യുദ്ധവിമാനങ്ങളെ ഈ 2 ഇറാനിയൻ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അയക്കുന്നു. പിന്നീട് നടന്നത് ഒരു ആകാശ പോരാട്ടമായിരുന്നു. ഈ ഇറാന്റെ 2 യുദ്ധവിമാനങ്ങളും ഖത്തറിൻ്റെ 2 യുദ്ധവിമാനങ്ങളും കൂടി, അതായത് ഇതിൽ ഒരെണ്ണം F-15 ആയിരുന്നു. ഈ 2 യുദ്ധവിമാനങ്ങളും ചേർന്ന് ഇറാനുമായിട്ടുള്ള ഒരു ആകാശ യുദ്ധം നടക്കുന്നു. അതിനുശേഷം ഇറാന്റെ 2 യുദ്ധവിമാനങ്ങളെയും വെടിവെച്ച് കടലിലേക്കിടുന്നു. ഇങ്ങനെ വെടിവെച്ചിടുമ്പോൾ അമേരിക്കയുടെ ഈ പറയുന്ന അൽ ഉദൈദ് എയർബേസിൻ്റെ 2 മിനിറ്റ് ദൂരെ വരെ ഈ യുദ്ധവിമാനങ്ങൾ എത്തിയിരുന്നു എന്നുള്ളതാണ്. ആക്രമണം ഈ 2 മിനിറ്റ് കൂടി സഫലമായിരുന്നുവെങ്കിൽ ഇറാൻ യുദ്ധവിമാനങ്ങൾക്ക് അൽ ഉദൈദ് എയർബേസിൽ എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടം അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അമേരിക്ക ഈ യുദ്ധത്തിൽ ഏതാണ്ട് തോൽവി പിണഞ്ഞ് തിരിച്ചു പോകേണ്ടി വരുന്ന രീതിയിൽ വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകാൻ അന്ന് ഇറാന് സാധിക്കുമായിരുന്നു. പക്ഷേ ഖത്തർ എയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടൽ, റഡാറുകളൊന്നും തന്നെ കണ്ടുപിടിക്കാതിരുന്നിട്ടും തീർത്തും മാനുവലായി ഈ യുദ്ധവിമാനങ്ങളെ കണ്ടെത്തുന്നു. അതിനുശേഷം ഒരു ആകാശ പോരാട്ടത്തിലൂടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് കടലിലേക്ക് ഇടുന്നു. അത് ഈ ഖത്തർ എയർഫോഴ്സ് ചെയ്ത ഒരു വലിയ കാര്യമായിരുന്നു. ആ ഖത്തർ എയർഫോഴ്സിൻ്റെ മിടുക്കിലാണ് അന്ന് അമേരിക്ക രക്ഷപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് അമേരിക്ക കനത്ത ആക്രമണം തന്നെ ഇറാൻ വിപ്ലവ സേനയ്ക്കെതിരെ നടത്തി എന്നുള്ളതാണ്. വലിയൊരു നാണക്കേടിൽ നിന്നാണ് അമേരിക്കയെ ഖത്തർ എയർഫോഴ്സ് രക്ഷിച്ചത്.
പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ഇറാനിയൻ യുദ്ധവിമാനങ്ങളുമായിട്ടുള്ള ആകാശ പോരാട്ടം അത് ഖത്തർ എയർഫോഴ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തേതായിരുന്നു എന്നുള്ളതാണ്. ഖത്തർ എയർഫോഴ്സിന് ആദ്യമായി യുദ്ധവിമാനങ്ങളുമായി ആകാശത്ത് വെച്ച് പോരടിക്കേണ്ടി വന്നത് ഇതാദ്യമായിട്ടായിരുന്നു, ആദ്യ അനുഭവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആദ്യത്തെ അനുഭവത്തിൽ തന്നെ ഖത്തർ അവിടെ വലിയ വിജയം നേടിയിരിക്കുന്നു. അമേരിക്കൻ എയർബേസിനെ സംരക്ഷിക്കാനും ഖത്തറിന് സാധിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.